പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 102 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 68 പേർ പാമ്പുകടിയേറ്റ് മരിച്ചവരാണ്. 28 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ജില്ലയിലെ മലയോര മേഖലകൾ വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടുകയാണ്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 28 പേരാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. ഇതിൽ 25 പേരും മണ്ണാർക്കാട് മേഖലയിലാണ്. കാട്ടുപന്നി ആക്രമണത്തിൽ 5 പേർ മരിച്ചു. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാളും. ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടാന ശല്യം ഏറ്റവും രൂക്ഷമായ പാലക്കാട് ധോണി മേഖലയിലാണ്. 2 വർഷം മുമ്പ് ഇവിടെ PT7 എന്ന് പറയുന്ന ഒരു കാട്ടാനയായിരുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഭീതിയിലാക്കി കൃഷി നശിപ്പിച്ച് അവരുടെ സ്വൈരജീവിതം തകർത്തത്. ആ കാട്ടാനയെ പിന്നീട് വനം വകുപ്പ് പിടികൂടി. പക്ഷെ അതിനുശേഷവും ധോണിയിൽ കാട്ടാന ശല്യം തുടരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ധോണി ഒരു പാടത്തിന് സമീപമാണ്. കൊയ്യാറായ പാടം 2 മാസം കഴിഞ്ഞാൽ കൊയ്ത്ത് പൂർത്തിയാകും. അതിനുവേണ്ടി കാവൽ നിൽക്കുന്ന കർഷകരാണ് ഞങ്ങളോടൊപ്പമുള്ളത്. അടുത്ത തൊടി കൂടെ വന്നിട്ട് സോളാറിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ PT7 പിടിച്ച ശേഷം കുറയല്ലേ ചെയ്ത്, അതിൻ്റെ 10 മടങ്ങ് ഇവിടെ ആനശല്യം കൂടിയിരിക്കുകയാണ്. പണ്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞ പോലെ 1-ന് 10, 10-ന് 100 പറഞ്ഞ പോലെ ഒരു PT7 പിടിച്ചപ്പോൾ 5, 7, 9 ആന വരെ ഇപ്പോൾ ഇവിടെ ധോണി കിടന്നിട്ട് കൃഷിക്കാരെയും നാട്ടുകാരെയും വളരെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ധോണിയിലെ RRDയും ഫോറസ്റ്റുകാരൻ്റെ അനാസ്ഥയാണ്. ഉറക്കമില്ല, 1 മാസമായിട്ട് തീരെ ഇവിടെ ഉറക്കമില്ല. ആന, പന്നി, കരടി, പുലി ഈ വക വലിയ വന്യമൃഗങ്ങളോടുകൂടി ധോണി ആകെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കൃഷിക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, ഇവിടെ നാട്ടുകാർക്കും ജീവിക്കാൻ പറ്റില്ല. അത് ഇവർക്ക് ആർക്കും, ഈ നാട്ടുകാർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ഇത് സത്യാവസ്ഥ ഇന്നൊരു 2-3 വർഷം, കർണാടക 2-3 വർഷം, ഒരു 2-3 കൊണ്ട് കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ ധോണി മേലെ കൃഷി നടക്കാൻ പറ്റില്ല. ധോണി എന്ന പ്രദേശം തന്നെ 2 സെക്ഷൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നത്, നമുക്കിതിനെ പറ്റിയിട്ട് പൂർണ്ണമായിട്ട് ഒരു അറിവില്ലെങ്കിലും അവർ പറയും, ഒന്ന് RRT ആണ് ഫെൻസിങ് നോക്കേണ്ടി വരും, പിന്നെ അകറ്റേത്തറ സെക്ഷൻ ഫോറസ്റ്റ് അവരാണ് ആ ഫെൻസിങ്. അവർ തമ്മിൽ ഇതിലൊരു വടംവലി നടക്കുന്നുണ്ട്. ഒരാൾ നോക്കട്ടെ, മറ്റൊരാൾ നോക്കട്ടെ. ഇപ്പോൾ RRTയെ വിളിച്ചാലും അവരും പറയുന്നതാണ്, അത് അകറ്റേത്തറ സെക്ഷനിൽ ഇറങ്ങിയിരിക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരെ അതുമായി സംബന്ധിച്ച് വരേണ്ടത്, മുണ്ടൂർ സെക്ഷനിൽ ഇറങ്ങിയിരിക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരെ വരേണ്ടത്. പിന്നെ ഞങ്ങൾ ഏകദേശം 12 മണിക്ക്, ഏകദേശം എന്നും 12 മണിക്ക് ശേഷമാണ് ഇവിടെ ആന പാടങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അതുവരെ തൊടികളിലും പറമ്പുകളിലൊക്കെ ഇങ്ങനെ ജനങ്ങളുടെ ഒരു ഒതുക്കി നിൽക്കുന്നവരെ ഉണ്ടാവും. പാടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ എപ്പോഴും രാത്രി 12 മണിക്ക് പാമ്പിനെ പിടിക്കാൻ പോവുകയാണ്. ഇതാണ് സ്ഥിരം. എന്നാൽ ഞങ്ങൾ ആ പ്രദേശത്ത് വിളിച്ചു നോക്കുമ്പോൾ ആ പ്രദേശത്ത് ഇത് സംബന്ധം യാതൊരു കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കുന്നില്ല. RRTൻ്റെ പൂർണ്ണമായും ഈ ആന ഇറങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ RRTൻ്റെ മാത്രം അനാസ്ഥ. അപ്പോൾ ഇങ്ങനെ ആന ഇറങ്ങുന്നതും അല്ലെങ്കിൽ RRTയുടെ ഒരു നല്ല രീതിയിലുള്ളൊരു ഇടപെടൽ ലഭ്യമാക്കപ്പെടാത്തത് കൊണ്ട് ഈ കൃഷി ഒരുപാട് നാശനഷ്ടം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ നാശനഷ്ടം സംഭവിച്ചതിന് ശേഷം നമ്മൾ അവരിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നാശനഷ്ടം വരാതെ സൂക്ഷിക്കുക എന്നതാണല്ലോ ആദ്യമായി ചെയ്യേണ്ട കാര്യം. അതിന് വേണ്ട ഒരു ഇടപെടൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. അത് നമ്മൾ ഇവിടുത്തെ RRTയെ അല്ലെങ്കിൽ ഇവിടുത്തെ DFOനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ശരിക്കും തീർച്ചയായിട്ടും ഇത് മേൽ ഘടകത്തിൽ നിന്ന് തന്നെ വേണ്ട ഇടപെടൽ നടക്കാത്തതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ വരാത്തതിൻ്റെ കാരണമായിട്ടാണ് ഇവിടെ നിന്ന് ഒരു തരത്തിലുള്ള ഒരു നമുക്ക് വേണ്ട അനുകൂലമായ ഒരു സമീപനവും ഇവിടുത്തെ DFOൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ RRTയുടെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഫോറസ്റ്റ് ഘടകങ്ങളിൽ നിന്നും നമുക്ക് ഉണ്ടാവാത്തത്. ഈ പറഞ്ഞതൊക്കെയും കർഷകർ പറഞ്ഞു മടുത്തതാണ്. പക്ഷേ പറയാതിരിക്കാനാവില്ല. കാരണം ഇത് ജീവിത പ്രശ്നമാണ്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.